അസ്സലാമലൈക്കും. എന്താണ് മക്കളെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാൻ 2-3 വീഡിയോസ് വീഡിയോ ചെയ്യാനൊക്കെ കുറേ നേരം വഴുകുന്നുണ്ട്. ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല. ചെറിയ ഷോർട്ടുകളൊക്കെ ഇടാറുള്ളൂ. ഇന്നൊന്ന് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ലൈവിലൊന്നും വരാനൊന്നും പറ്റണില്ല. കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. പണി സ്ഥലത്തേക്കും പോകാറൊന്നുമില്ല. അതിനിടയിൽ വയ്യാണ്ടൊക്കെ ആവണ്. പണി സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഇവിടം വരെ വെയിലൊക്കെ കൊണ്ട് നടന്നിട്ട് ഞാൻ വയ്യാത്ത ഒരാളായ കാരണം കൊണ്ട് എനിക്ക് 2-2.5 കൊല്ലത്തോളം പണിയെടുക്കാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്തിട്ടാണ് മക്കളെയും കാര്യങ്ങളൊക്കെ നോക്കിയതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം പറ്റണില്ല. 2.5 കൊല്ലം വരെ ഇരുന്ന് അതിലൊന്ന് ചില ലക്ഷം രൂപയോളം കടവുമായി. ഇപ്പോൾ 25-ാം തീയതിയാണ് ഞങ്ങളെ വീട് മാറൽ വീടിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കുറേ ഡേറ്റുകളായി ഇങ്ങനെ അവരോട് പറയുന്നു. പറഞ്ഞ് ലാസ്റ്റ് ഓണർക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ 25-ാം തീയതി ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വന്നത് എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ്. കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ എല്ലാം എൻ്റെ അവസ്ഥകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കുന്ന ഈ കഷ്ടതകളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈ ചാനൽ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ അവരങ്ങോട്ട് വിളിച്ചതിനും പണി സ്ഥലത്തൊക്കെ വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്ത് അങ്ങനെ. അപ്പോൾ ആ സഹായിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യം ഇട്ടിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്തങ്ങായിട്ട് എൻ്റെ വീട്ടിൽ വെക്കുന്ന പണികളൊക്കെ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്കത് വീഡിയോ എടുത്ത് തരാൻ ഇവിടെ ആരുമില്ല. പിന്നെ മോനുള്ളതിൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വീഡിയോ എടുക്കലും പണിയെടുക്കലും കൂടി എനിക്ക് പറ്റൂല. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ രീതിയിലാണ് ജീവിക്കുന്നത്. അത്രക്കും കഷ്ടതകളിലാണ് ഞാൻ ജീവിക്കുന്നത്. 2 മാസത്തിന് മുമ്പിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. നിങ്ങളെപ്പോഴും എല്ലാവരോടും നിങ്ങളുടെ കഷ്ടതയും കഷ്ടപ്പാടും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതൊന്നും കേൾക്കാനുള്ള ജനങ്ങൾക്ക് അതൊന്നും കേൾക്കാനുള്ള നേരമില്ല. അതൊന്നും നമ്മ പറയണതൊന്നും അവർ കേൾക്കൂല. നെജിലെയും ഷാജിയൊക്കെ കഷ്ടതകൾ പറഞ്ഞ് വന്നാൽ അവരെ കഷ്ടതകളൊക്കെ തീർത്ത് കൊടുക്കുള്ളൂ. നെജില പറഞ്ഞാൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ 10-15 ഉറുപ്യ കടണ്ടായിട്ട് അത് വീട്ടിൽ തരാനൊന്നും ആരോടും പറയണതല്ല. നമ്മൾ 10-17 കൊല്ലം വരെയും കയറി ഇറങ്ങി ഓരോ വീട് തോറും വാടകയ്ക്ക് താമസിച്ചിട്ട് നമുക്ക് പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട്. അന്ന് കാലത്ത് അവരൊക്കെ പ്രായത്തിലൊക്കെ നമ്മൾ ഈ 5 മക്കളെയും കൊണ്ട് നല്ലോണം പണിയെടുത്ത് കഷ്ടതകൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ജീവിച്ചത്. ഇപ്പം 2-2.5 കൊല്ലത്തോളമായി ഉമ്മയും പോയി വാപ്പയും പോയി ആങ്ങളന്മാരും പോയി ആരുമില്ല. നമ്മളെ വിഷമങ്ങളൊക്കെ ഒന്നും പറയാനും സങ്കടങ്ങൾ പറയാനും ആയപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ വന്നത്. നമ്മളെ കഷ്ടതകളും ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ എല്ലാവരോടൊന്ന് പറയാൻ. പിന്നെ എൻ്റെ കഥകൾ പറയണമെങ്കിൽ എനിക്കിന്ന് എല്ലാത്തിലും കൂടുതൽ സപ്പോർട്ടിങ്ങും എല്ലാത്തിലും കൂടുതൽ മുൻപന്തിയിൽ എനിക്കെത്താം. അത് ഞാൻ എന്താണ് പറയാത്തത്, കുറച്ച് പറയും, 2 വാക്ക് പറയും, പിന്നെ അവിടെ നിർത്തും. അത് സ്റ്റോപ്പാക്കി വെക്കും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യണത്. ആരെ കുറ്റവും കുറവും പറയാൻ എന്തെങ്കിലും വീഡിയോസ് ആരെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്കത് പറയാൻ തോന്നൂല അവരെക്കുറിച്ച്. എൻ്റെ അവസ്ഥകൾ അങ്ങനെയാണ്. നമ്മളൊക്കെ ഒന്നുമില്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റവും കുറവും ഇനി പറയണ്ടെന്ന് പിറ്റേ ദിവസം തോന്നും. അപ്പോൾ അതവിടെ സ്റ്റോപ്പാക്കി വെക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ. എനിക്ക് ആരോടും പരിഭവം പറയാനും കുറ്റം പറയാനും ഞാൻ നെജിലാടെ വീഡിയോസും നെജിലാടെയും ഈ കണ്ണൻ്റെ രാധയുടെയും 2 വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതൊരു കുറ്റങ്ങൾ പറഞ്ഞിട്ടല്ല, അവരെ കാട്ടിക്കൂട്ടലിൻ്റെ കാര്യങ്ങൾ 1-2 വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എനിക്കത് പിന്നെ അത് ആവർത്തിച്ച് കൊണ്ടുപോകാൻ എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് പിന്നെ അതവിടെ സ്റ്റോപ്പാക്കി വെച്ചത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. എൻ്റെ
അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാനെന്ന് വെച്ചാൽ ഇത്തിരീശെ പറയണ കാരണം പറ്റണില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കണ്ണൻ്റെ രാധയുടെ കാര്യങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്. അതിൻ്റെ കാട്ടിക്കൂട്ടലും അതൊക്കെ ഒരു ഇതായി തുടങ്ങിയാലല്ലേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വീഡിയോസിൽ ഇനിയും പറയും. അതിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നും, ഞാൻ പറയും.